ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ ഒന്ന് ചെറിയ ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ, കുഞ്ഞിനെയും കൊണ്ട്. ഇനി നല്ല വെയിലുണ്ടായിരുന്നു, അതുകൊണ്ട് ജാക്കറ്റൊന്നും ഇടേണ്ടി വന്നില്ല. കൗഫ്ലാൻഡിലോട്ടാണ് ഇറങ്ങിയത്. ചോക്ലേറ്റ്സിൻ്റെ ഓഫറൊക്കെ ഉണ്ടെന്ന് കേട്ടു. പിന്നെ എല്ലാത്തിനും ഭയങ്കര ഓഫറെന്നാണ് പറഞ്ഞത്. നമുക്ക് ചെന്ന് നോക്കാം. ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ്. അത്ര അടുത്തല്ല, എന്നാലും ഒരു 20 മിനിറ്റ് ഉണ്ട്. അതിവിടെ ജർമ്മനിയിൽ താമസിക്കുന്നവർക്കറിയാം, അത് വലിയ ദൂരമൊന്നും അല്ല. ഈ കാണുന്ന കാർണിവൽ ഷോപ്പിൽ നിന്നാണ് കേട്ടോ കാർണിവൽ ടൈമിൽ നമ്മൾ ഡ്രസ്സ് വാങ്ങിക്കുന്നത്. ഇവിടെ തന്നെ സ്മിത്തിൻ്റെ ഷോപ്പുണ്ട്, കൗഫ്ലാൻഡ് ഉണ്ട്. സാധാരണ ഈ വണ്ടി എടുക്കാൻ നേരത്ത് €1, €2, €3 ഒന്നും ഇടണ്ട. പക്ഷേ കൗഫ്ലാൻഡിൻ്റെ ഈ വാഗനിൽ അങ്ങനെ കാണിച്ചിരിക്കുന്നത്. സാധാരണ 50 സെൻറ്റാണ് നെറ്റോയിലും ആൽദിയിലും ഒക്കെ നമ്മൾ ഗ്രോസറി ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ അങ്ങനെയാണ് ഇടുന്നത്. പക്ഷേ ഇതിൽ €1 അല്ലെങ്കിൽ €2, 5 അങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്. എന്തായാലും വണ്ടിയെടുത്ത് ഞങ്ങൾ അകത്തോട്ട് കയറി. അതിന് മുന്നേ തന്നെ ലിബിൻചേട്ടൻ പോയി കഴിക്കാനുള്ള ഫുഡ് എടുത്തിട്ട് വന്നത്. സാധാരണ ഒരു റോളാട്ടോ, അത് ഹെൻഷൻ്റെ റോളാണ്, ചിക്കൻ റോള്. ഹെൻഷൻ എന്നാണ് നമ്മൾ ജർമ്മനിയിൽ പറയുന്നത്. അപ്പോൾ അത് നല്ല ടേസ്റ്റാണ്, ക്രിസ്പിയുമാണ്. ഞങ്ങൾ കയറി ചോക്ലേറ്റ്സിൻ്റെ ഓഫറൊക്കെ നോക്കി. അത്ര വലിയ ഓഫറായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. അത്യാവശ്യമല്ല, നല്ല റേറ്റ് തന്നെയുണ്ട്. എന്തായാലും ഫുള്ള് നടന്ന് കയറി കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ ലിബിൻ ചേട്ടൻ കുപ്പിയൊക്കെ എടുത്തിടുന്നുണ്ടായിരുന്നു. നാട്ടിൽ പോകുമ്പോൾ ആർക്കൊക്കെ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് 3-4 കുപ്പിയൊക്കെ എടുത്തിടുന്നുണ്ട്. എപ്പോഴാണ് പോകുന്നതെന്ന് പോലും ടിക്കറ്റ് പോലും എടുത്തിട്ടില്ല, അത് വേറൊരു കാര്യം. പിന്നെ വെജിറ്റബിൾസിനും അങ്ങനെ ഫ്രൂട്ട്സിനൊക്കെ, പിന്നെ ഇങ്ങനെ പൂക്കൾക്ക് അങ്ങനെയൊക്കെ വിലക്കുറവുണ്ട്. ഞാനാണെങ്കിൽ ഫുൾ ചോക്ലേറ്റിൻ്റെ സെക്ഷൻ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ കുറേ നേരം നോക്കി എന്താണ് ഇവർ ഓഫർ ഇട്ടിരിക്കുന്നതെന്ന്. അങ്ങനെ 79 സെൻറ്റ്, അങ്ങനെ 80 സെൻറ്റ്, അങ്ങനെയൊക്കെ ചിലതിന് കുറവുണ്ട്. പിന്നെ ആകെ ഞാൻ ഓഫർ കണ്ടത് ഈ മിൽക്കക്ക് സാധാരണ €1 85 സെൻറ്റാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ 86 സെൻറ്റിന് കിടക്കുന്നത് കണ്ടു. അതൊരു നല്ല ഓഫറാണ്. എനിക്കത് €1 കുറവുണ്ടല്ലോ. അതൊരു നല്ല ഓഫറായിട്ട് എനിക്ക് തോന്നി. ബാക്കി ഒന്നിനും എനിക്ക് ഓഫറുള്ളതായിട്ട് തോന്നിയില്ല. പിന്നെ ഈ ചെറിയ ചെറിയ മിഠായികൾ, അതൊന്നും നമ്മൾ നാട്ടിലൊന്നും കൊണ്ടുപോകാൻ എടുക്കില്ല. പിന്നെ എന്താ പറയുക, കണ്ടില്ലേ, അത്യാവശ്യം നല്ല ചോക്ലേറ്റ്സിനെല്ലാം അത്യാവശ്യം നല്ല വിലയുണ്ട്. ഇതിനൊക്കെ പിന്നെ വിലക്കുറവാണെന്ന് കാണിച്ചു, പക്ഷേ എനിക്കത് കണ്ടില്ലേ, ഇതിലെല്ലാം നല്ല വിലയുണ്ട്. ഞാൻ നോക്കുമായിരുന്നു. ഇതെല്ലാം ചോക്ലേറ്റ്സ് ആട്ടോ, ഫുൾ ചോക്ലേറ്റ്സാണ് ഇവിടെ നമുക്ക് കാണുന്നത്. മുഴുവനും ചോക്ലേറ്റ്സാണ്. ഞാൻ കഴിഞ്ഞ തവണ നാട്ടിൽ വന്നപ്പോൾ ഇതൊക്കെ വാങ്ങിയിട്ടാണ് വന്നത്. ഞാൻ അങ്ങനെ റേറ്റ് നോക്കുന്ന ആളല്ല. ലിബിൻ ചേട്ടൻ അത് നോക്കിയേ എടുക്കാൻ സമ്മതിക്കുള്ളൂ. അങ്ങനെ വാങ്ങി വെക്കാനാണ്. എപ്പോഴാണ് നമ്മൾ നാട്ടിൽ വരുന്നത് ആ സമയത്ത് നമുക്ക് എല്ലാവർക്കും കൊടുക്കണമല്ലോ. അങ്ങനെ നമ്മൾ നോക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ എനിക്ക് ആകെ തോന്നിയത് ആ മിൽക്ക ചോക്ലേറ്റിന് മാത്രമാണ് ഇത്തിരി കുറവായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ. ബാക്കിയെല്ലാം അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. പിന്നെ എന്തായാലും കഷ്ടപ്പെട്ട് വന്നില്ലേന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് ഷാമ്പൂവും പിന്നെ ചോക്ലേറ്റ്സ് എടുത്തു. കുറച്ച് പിസ്ത, ബദാം, അതിനൊക്കെ റേറ്റൊക്കെ ഉണ്ട്. വലിയ ഓഫറൊന്നും ഇല്ല അതിനൊന്നും ഓഫറേ ഇല്ല. പിന്നെ ഫിഷൊക്കെ ഇരിക്കുന്ന കണ്ടു, എല്ലാം ഭയങ്കര റേറ്റൊക്കെ തന്നെ, അതിനൊന്നും ഓഫറില്ല. ഞാൻ മൊത്തത്തിൽ കയറി അങ്ങ് നടന്ന് നോക്കുമായിരുന്നു. ചെറിയ ചെറിയ ഓഫറേ ഉള്ളൂ. ഇവർ വലിയ വലിയ കാര്യമെന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നമ്മുടെ കയ്യിലിരിക്കുന്ന കാശ് മുഴുവൻ അങ്ങ് തീരും. ഒരു ഷോപ്പിൽ വന്നു കഴിഞ്ഞ് നമ്മൾ എല്ലാം എടുക്കാനല്ലേ ആഗ്രഹിക്കുള്ളൂ. അത് വേണം ഇത് വേണമെന്ന് നമ്മളിങ്ങനെ എടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ ഇതാണ് കേട്ടോ കൗഫ്ലാൻഡിൽ എല്ലാ സാധനങ്ങളും കിട്ടും നമുക്ക്. ഒരു ഗ്രോസറി ഷോപ്പ്, ഡ്രസ്സ്, അതിവിടെയുള്ള എല്ലാ ഷോപ്പുകളും അങ്ങനെ തന്നെയാണ് ജർമ്മനിയിലുള്ളത്. പക്ഷെ എല്ലാം അവൈലബിൾ ആണ്. വലിയ ഷോപ്പാണ് കേട്ടോ കൗഫ്ലാൻഡ്. ഇത് കുപ്പികളുടെ സെക്ഷനാണ്. കുപ്പികളുടെ സെക്ഷനിൽ കയറി നോക്കിയപ്പോൾ വലിയ ഓഫറൊന്നും കാണുന്നില്ല. പിന്നെ ഫ്രണ്ടിൽ തന്നെ ജാക്ക് ഡാനിയലിൻ്റെ ഓഫർ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയുള്ളൂ ഇവിടെയും ഈ സെക്ഷനിലും അങ്ങനെ തന്നെ കാണുന്നുള്ളൂ. ജാക്ക് ഡാനിയലിന് മാത്രമേ ഓഫർ കണ്ടുള്ളൂ. ബാക്കിയെല്ലാം നല്ല റേറ്റാണെന്നാണ് ലിബിൻ ചേട്ടൻ പറഞ്ഞത്. അപ്പം ഞങ്ങൾ അതിവിടെ മുഴുവൻ നോക്കുമായിരുന്നു. നോക്കി 3-4 കുപ്പിയൊക്കെ ഞങ്ങൾ എടുത്തു. ഇതെൻ്റെ കെട്ടിയവന് കുടിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല കേട്ടോ. ഇത് നാട്ടിൽ വരുമ്പോൾ എല്ലാവരും ചോദിക്കുമല്ലോ ഒന്നും കൊണ്ടുവന്നില്ലേ എന്നൊക്കെ. അപ്പോൾ അവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വാങ്ങിക്കുന്നത്. ഓഫർ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ കൗഫ്ലാൻഡിൽ നിന്ന് എന്തെങ്കിലും വാങ്ങുള്ളൂ എന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇറങ്ങിയത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ എന്തെങ്കിലും എടുത്തു പോവും. അതാണ് ഓഫറെന്നും പറഞ്ഞ് വരും. പക്ഷേ നമ്മളതേ കണ്ടില്ലേ, ഇത്രയും സാധനങ്ങളാണ് വാങ്ങിയത്. കുഴപ്പമില്ല, എന്തായാലും വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ ബില്ലെല്ലാം പേ ചെയ്ത് ഇറങ്ങുവാണ്. ബില്ലായത് €120 ആണ്.